ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നാണ് ഇപ്പം ഒരുപാട് പേര് ഡൗട്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഒരു 10 ഡേയ്സിന് മുന്നേ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ PSCയുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒഫീഷ്യലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ IRB അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെയൊക്കെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ എപ്പം വരും? എന്തായാലും പോലീസ് കോൺസ്റ്റബിൾ മെയിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് വരിക കേട്ടോ. റിസൾട്ട് അത് തന്നെയാണ് വരാറ്. ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും. പോലീസ് കോൺസ്റ്റബിൾ മെയിൽസിൻ്റെ റിസൾട്ടാണ് ഫസ്റ്റ് വരാറ്. അപ്പം എന്തായാലും അതെപ്പം വരുന്ന ചോദിച്ചാൽ ഫസ്റ്റ് IRB ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഓരോരോ ജില്ലാ വൈസിൽ വരാനും ചാൻസ് ഉണ്ട്. ഓരോ MSP അതുപോലെ തന്നെ SAP അങ്ങനെ അത് ബറ്റാലിയൻ വൈസ് വരും കേട്ടോ. അപ്പോൾ എപ്പോഴാണ് ഇത് വരിക എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. അപ്പോൾ എന്താണ് നമുക്ക് റിസൾട്ട് വരുന്നത് പറയുന്നത് PSC എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 20-ന് മുന്നേ തന്നെ അപ്പം എന്ത് വന്നിട്ടുണ്ട്, PSC ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അവർ കറക്റ്റായിട്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ എപ്പം വരും? അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു PSC ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എങ്ങനെ വരാറുണ്ട്, ഒരു 2 വീക്സിനുള്ളിൽ റിസൾട്ട് വരാറുണ്ട് കേട്ടോ. ചിലപ്പം ചില സ്പെഷ്യൽ കേസസിൽ ഇപ്പോൾ KSൻ്റെ അതുപോലെ തന്നെ SIൻ്റെ ഒക്കെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെയിൻസ് നടക്കേണ്ടതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, പെട്ടെന്ന് അവർ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റിസൾട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1 വീക്കിനുള്ളിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, 1 വീക്കിൻ്റെ മുകളിലായി ഇപ്പം PSC പറഞ്ഞിട്ട്. അപ്പോൾ PSC അത് റിസൾട്ട് വരുമെന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഫൈനൽ ആൻസർ കീ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഫൈനൽ ആൻസർ കീ എന്തായാലും വന്നിട്ടുണ്ട്, ഒരു 5 ഡേയ്സിന് ആയിട്ടുണ്ട്. സോ എന്തുണ്ട്, ഈ ഒരു 5 ഡേയ്സ് ആയിട്ട് ഇപ്പം അവർ വാല്യുവേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. എന്തായാലും വാല്യുവേഷൻ ഇന്നോ നാളെയോ ആയിട്ട് പൂർത്തിയാവേണ്ടതാണ്. സോ എന്ത് ചെയ്യാം, വെള്ളിയാഴ്ചന്, അപ്പോൾ അവർക്ക് വേഗം പ്രസിദ്ധീകരിക്കാൻ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചനുള്ളിൽ തന്നെ എന്തുണ്ട്, റിസൾട്ട് വരും കേട്ടോ. ഈ വെള്ളിയാഴ്ചനുള്ളിൽ തന്നെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു സിറ്റിംഗ് ഒക്കെ ഇരുന്നിട്ട് കുറച്ചും കൂടി കട്ട് ഓഫ് മാർക്ക് ഉയർത്തണോ, അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, എന്തായാലും നെക്സ്റ്റ് വീക്ക്, ഈ വെള്ളിയാഴ്ച വരില്ല, നെക്സ്റ്റ് വീക്കിന് ഉള്ളിൽ വരും കേട്ടോ. നെക്സ്റ്റ് വീക്കിൻ്റെ ആ ഒരു ഫ്രൈഡേൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു 10 ഡേയ്സിനുള്ള റിസൾട്ട് കൺഫേം ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഉറപ്പിക്കുക കേട്ടോ. നമ്മൾ പല റിസൾട്ടും പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. അതായത് ഓഗസ്റ്റിനുള്ളിൽ തന്നെ റിസൾട്ട് വരാനാണ് ചാൻസ്. ഓഗസ്റ്റ് 31 ഉണ്ടല്ലോ, 31 വരെ ഉണ്ട്. സോ 31-നുള്ളിൽ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് വന്നിട്ടില്ലെങ്കിൽ ഇപ്പം ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ എന്താ റിസൾട്ട് വന്നിരിക്കും കേട്ടോ. സെപ്റ്റംബർ 7-ാം തീയതിക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കും എന്ന രീതിയിലാണ് ഇപ്പം അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നത്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ക്ലാഷ്, വേറെ ഏതെങ്കിലും എക്സാംസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. എന്തായാലും സെപ്റ്റംബർ പകുതിയോടിൻ്റെ ഉള്ളിൽ തന്നെ അത് എന്തായാലും അവരതിൻ്റെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതിലേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം സെപ്റ്റംബർ ഒക്കെ അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ ഈ റിസൾട്ട് വരും. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ നമുക്ക് 2 മാസം എന്ത് കിട്ടും, ഫിസിക്കലിന് കിട്ടും. മാക്സിമം പോയാൽ 3 മാസം കിട്ടും. എന്തായാലും നവംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ അതിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു ഡിസംബറോ ജനുവരിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല, ഒരിക്കലും പോവില്ല കേട്ടോ. അത്രയൊന്നും പോവില്ല. അതിന് മുമ്പ് തന്നെ, അതായത് നവംബർ ഡിസംബറിൽ തന്നെ എന്തായാലും എന്ത് വരും, അതിൻ്റെ ഫിസിക്കൽ ഉറപ്പാണ് കേട്ടോ. നവംബർ ഡിസംബർ എന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകണം കേട്ടോ. ഒരിക്കലും ജനുവരിക്കൊന്നും പോവില്ല. കാരണം എന്താ വെച്ചാൽ ജനുവരിക്ക് ആകുമ്പോഴേക്കും ഇത് കഴിയേണ്ട ആ രീതിയിൽ എത്തും. മാക്സിമം പോയാൽ ജനുവരി അതുവരെ പോവുള്ളൂ കേട്ടോ. പിന്നെ ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ചൊക്കെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയമാണ് ഫെബ്രുവരി മാർച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏപ്രിൽ ഒക്കെയാണ് എന്ത് വരിക, ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരിക. സോ ഇവർക്ക് അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് അവർക്ക് എന്ത് വേണം, ഫെബ്രുവരിയും മാർച്ചും അവർ അതിൻ്റേതായിട്ടുള്ള വർക്കൗട്ടിന് വേണ്ടിയിട്ട് അവർക്ക് ഇത് ജനുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫിസിക്കൽ കഴിയണം. സോ ഫിസിക്കൽ ജനുവരിയിലേക്കൊന്നും നീണ്ടുപോകില്ല, ഡിസംബറിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ അവർ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ നവംബർ ഡിസംബറിനുള്ളിൽ ഫിസിക്കൽ വരും. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം, ഓഗസ്റ്റ് ലാസ്റ്റിനോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ റിസൾട്ട് വന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു എല്ലാ തീയതിയിലും പോകുന്ന പോലെ, അല്ല എല്ലാ വർഷവും പോകുന്ന പോലെ ഇത് കറക്റ്റ് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് നമുക്കിപ്പം നിങ്ങൾക്ക് ഈ ഒരു വീക്കോ അല്ലെങ്കിൽ അടുത്തൊരു വീക്കിലോ എന്തായാലും ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാതെ ഈ ഒരു ഫ്രൈഡേനുള്ളിൽ തന്നെ അവർ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഇനിയിപ്പോൾ അത്രയ്ക്ക് അപ്പോൾ ഒരു ലിസ്റ്റ് ഇടണമെങ്കിൽ എന്ത് വേണം, അവരുടെ ആ അനുമതിയൊക്കെ വേണം. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അടുത്ത വീക്കിലേക്ക് പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ വർഷം ഈ ഒരു വീക്ക് തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വരാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം,
കുറച്ച് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്, പോലീസ് ഡ്രൈവറിൻ്റെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഞാൻ എന്നാണ് റിസൾട്ട് വരിക എന്നുള്ളതിൻ്റെ ക്ലാസ് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്